ചണ്ഡീഗഡിലെ കിഷൻഗഡിലുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ കമറോൺ എന്ന് പറയുന്നത്. സാധാരണക്കാരും VIP-കളും അവിടെ വന്ന് റൂം എടുക്കാറുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടേക്ക് വരാറുണ്ട്. 2023 മാർച്ച് മാസം 11-ാം തീയതിയാണ് നമ്മൾ ഈ പറയുന്ന ക്രൈമിന് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. മാർച്ച് മാസം 11-ാം തീയതി ആ ഹോട്ടലിൽ താമസിക്കുന്ന 2 കപ്പിൾസ് അന്ന് റൂം വെക്കറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. എന്നാൽ അന്ന് അത്രയും നേരമായിട്ടും വൈകുന്നേരമായിട്ടും ആ കപ്പിൾസ് അവിടേക്ക് വരികയോ അല്ലെങ്കിൽ റൂം ഒഴിയുകയാണെന്നുള്ള കാര്യങ്ങൾ പറയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് കോൾ ആരും എടുക്കുന്നില്ല. അപ്പം ചില സ്റ്റാഫുകൾ പറയുന്നുണ്ട് ഇതുപോലെ രാവിലെ ആയപ്പം ആ ഹസ്ബൻഡ് പുറത്തേക്ക് പോകുന്ന കണ്ട് പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, വൈഫ് റൂമിലുണ്ടാവും, അപ്പോൾ നമുക്ക് റൂമിൽ പോയി വൈഫിനോട് കാര്യങ്ങൾ തിരക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ആ റൂമിൽ ചെന്ന് കുറേ നേരം നോക്ക് ചെയ്യുന്നുണ്ട്, കോളിംഗ് ബെൽ അമർത്തുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കതക് തുറക്കുന്നില്ല. റൂമിൽ നിന്നും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണം അവിടുത്തെ സ്റ്റാഫുകൾക്ക് കിട്ടുന്നില്ല. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ചിട്ട് ആ റൂമിൻ്റെ ലോക്ക് തുറക്കുകയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുന്ന സമയത്ത് അവർ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ ഹാളിൽ തന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയാണ് അവർ കാണുന്നത്. കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ താമസിച്ചിരുന്ന ആ കപ്പിളിലുള്ള ഭാര്യയാണ് അവിടെ ആ മരണപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത്. ഉടനെ തന്നെ പോലീസുകാരെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ അവിടേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുകയാണ്. അപ്പം ഈ താമസിച്ചിരുന്ന ഈ കപ്പിൾസ് ആരാണെന്നുള്ളത് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് ആശിഷ് ലൊഹാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ വൈഫായിട്ടുള്ള ക്രിസ്റ്റൽ ലൊഹാനി എന്ന് പറയുന്നൊരു യുവതിയുമാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പം ഇവരാരാണെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവർ നേപ്പാൾ സ്വദേശികളാണ്. അവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാവുകയാണ് ഇവർ നേപ്പാൾ സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ക്രിസ്റ്റൽ അവിടെ തന്നെയുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ 5 മാസമായിട്ട്. മാത്രമല്ല ഈ ആശിഷ് ലൊഹാനി എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു നൈറ്റ് ക്ലബ്ബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ആശിഷ് എവിടേക്കാണ് പോയെന്നറിയില്ല, എന്തിനാണ് തൻ്റെ ഭാര്യനെ കൊന്നതെന്നറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അങ്ങനെ ഇവരെവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരാണെങ്കിൽ കമറോൺ ഹോട്ടലിൽ വന്ന് റൂം എടുക്കുന്നതിന് തൊട്ട് മുൻപ് ഇവർ താമസിച്ചിരുന്നത് മണിമജ്രയിലെ വിപ്ലിവാല ടൗണിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആശിഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ തന്നെ താമസിച്ചിരുന്ന ഒരു 18 വയസ്സുകാരിയുമായിട്ട് അവിടുന്ന് ഒളിച്ചോടുകയുണ്ടായി എന്നുള്ളൊരു കാര്യം. അതായത് ഈ മരിച്ച ക്രിസ്റ്റലിൻ്റെ ഭർത്താവായിട്ടുള്ള ആശിഷ് അവിടെ നിന്ന് ഒരു 18 വയസ്സുള്ളൊരു പെൺകുട്ടിയുമായി അവിടെ നിന്നും ഒളിച്ചോടി എന്നുള്ളൊരു കാര്യം അറിയുകയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആ 18 വയസ്സുകാരിയെ തിരികെ കൊണ്ടുവന്നതും ആശിഷിനെയാണ് പോലീസുകാർ വിട്ടതും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിയുകയാണ്. അപ്പം എങ്ങനെയാണ് ഒളിച്ചോടിയത്, എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ഇവർ കഴിഞ്ഞ 5 മാസമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ് താമസമാക്കിയിട്ടുള്ളത്. നേപ്പാളിൽ നിന്നും വിവാഹത്തിന് ശേഷം ഇവർ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ഇന്ത്യയിൽ തന്നെയാണ് കഴിഞ്ഞ 5 മാസമായിട്ട് ഇവർ താമസിച്ചിരുന്നത്. അതിനിടയ്ക്കാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന സമയത്ത് ഇവർ ഇതിനു മുൻപ് പല അപ്പാർട്ട്മെൻറ്റിലും മാറി മാറി താമസിച്ചിരുന്നു. ലാസ്റ്റായിട്ട് ഈ മണിമജ്രയിലെ വിപ്ലിവാല ടൗണിലെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന സമയത്താണ് അതിന് താഴെ താമസിച്ചിരുന്ന ആ 18 വയസ്സുകാരിയുമായിട്ട് ഈ ആശിഷ് പ്രണയത്തിലാവുന്നതും ഒളിച്ചോടുന്നതും. അതിനുശേഷം ഈ ക്രിസ്റ്റലിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ ആശിഷ് പോയതിനു ശേഷം ക്രിസ്റ്റൽ അവിടെ നിന്ന് താമസം മാറിപ്പോയി. മാത്രമല്ല ഫോൺ നമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത്. അപ്പം ഈ ഒളിച്ചോടിപ്പോയ ആശിഷും അതുപോലെ തന്നെ അവിടെ നിന്ന് താമസം മാറി അങ്ങോട്ടേക്ക് പോയ ക്രിസ്റ്റലും എങ്ങനെയാണ് ഈ ഹോട്ടലിൽ ഒന്നിച്ച് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ സിരികണ്ടി ചൗക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ചണ്ഡീഗഡിൽ. അപ്പം ആ ഒരു സ്ഥലത്ത് ഒരു റൂമിൽ ആശിഷിൻ്റെ കുറച്ച് രേഖകൾ ഇരിപ്പുണ്ട് എന്നുള്ളൊരു വിവരം അറിയുകയാണ്. അപ്പോൾ എന്തായാലും ആശിഷ് ആ രേഖകൾ എടുക്കുക അവിടേക്ക് വന്നേ മതിയാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സിരിഗഡ് ചൗക്കിന് സമീപത്തായിട്ട് പോലീസുകാർ മഫ്തിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ആശിഷ് തൻ്റെ രേഖകൾ എടുക്കാൻ വരുന്നതും ആശിഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആശിഷിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ കൊന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടിയത്, അതിനുശേഷം ഭാര്യയായിട്ട് ഈ ഒരു ഹോട്ടലിലേക്ക് പോയതും അവിടെ വെച്ച് എന്തിനാണ് ഭാര്യനെ കൊന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആശിഷിനോട് തിരക്കുകയാണ്. അപ്പോൾ ആശിഷ് പറയുകയാണ്
ഞങ്ങൾ ഒളിച്ചോടിയത് എന്നുള്ളത് സത്യമാണ്. ഒളിച്ചോടിയതിന് ശേഷം ഞങ്ങളെ ഗോരഖ്പൂരിൽ വെച്ച് പോലീസുകാർ പിടികൂടുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. ഞങ്ങൾ നേപ്പാളിലേക്കാണ് കടക്കാൻ ശ്രമിച്ചത്. നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വഴിക്ക് ഞങ്ങളെ ഗോരഖ്പൂരിൽ വെച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ 18 വയസ്സുകാരിയെ അവളുടെ വീട്ടുകാരുടെ കൂടെ വിടുകയും എന്നെ വെറുതെ വിടുകയുമാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് ആശിഷ് പറയുകയാണ്. അപ്പം ഈ ആശിഷിനോട് ചോദിക്കുകയാണ്, ഈ ക്രിസ്റ്റലിനെ പിന്നെ എന്തിനാണ് നീ കൊന്നത്, എന്തിനാണ് ക്രിസ്റ്റലിനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. മാർച്ച് 8-ാം തീയതി ആയിരുന്നു ഈ ആശിഷിനെ ഈ 18 വയസ്സുകാരിയോട് ചേർന്ന് പോലീസുകാർ പിടിച്ചത്. അതിനുശേഷം വെറുതെ വിടുകയാണ് ഉണ്ടായത്. വെറുതെ വിട്ടതിന് ശേഷം ആശിഷ് നേരെ വരുന്നതെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അന്ന് അവിടെ വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് അവിടെ നിന്നും ക്രിസ്റ്റൽ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, തന്നെ ഉപേക്ഷിച്ച് പോയ ആശിഷിനെ മറന്ന് മറ്റൊരു യുവാവുമായിട്ട് ക്രിസ്റ്റൽ ജീവിതം തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്ത് ഈ ആശിഷിന് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യം വരികയാണ്. അങ്ങനെ ക്രിസ്റ്റലിനോട് പറയുകയാണ് എല്ലാം മറന്ന് നമുക്കൊന്നിച്ച് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ക്രിസ്റ്റൽ അതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആശിഷ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ 2 ദിവസം ഒന്ന് താമസിച്ച് നോക്ക്, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം, എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ വിട്ട് പോയിക്കോളൂ എന്നുള്ള കാര്യം പറയാണ്. അതിനുശേഷം ഞാൻ നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം അത് കേട്ട ക്രിസ്റ്റൽ വിചാരിക്കുകയാണ്, 1-2 ദിവസത്തെ കാര്യമില്ല, എന്തായാലും ഒന്ന് കൂടെ പോയി നോക്കാം, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ട് വരുമല്ലോ, അന്നേരം അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ക്രിസ്റ്റലുമായിട്ട് ഈ ഹോട്ടലിലേക്ക് വരികയാണ്. ഹോട്ടലിലേക്ക് വന്ന സമയത്ത് ഇവർ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയാണ്. സ്റ്റേ ചെയ്യുന്ന സമയത്തല്ല ഈ ക്രിസ്റ്റലിനോട് ആശിഷ് ആണെങ്കിൽ എന്നെ വിട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ക്രിസ്റ്റൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആശിഷിനെ വിട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇതിൽ പ്രകോപിതനായ ആശിഷ് കടയിലേക്ക് പോയതിന് ശേഷം ഒരു കത്തി അവിടെ നിന്ന് മേടിക്കുകയാണ്. വന്നതിന് ശേഷം വീണ്ടും ക്രിസ്റ്റലിനോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, നീ എന്നെ വിട്ട് പോകുമോ എന്നുള്ള കാര്യം. പോകുമെന്ന് തന്നെ ക്രിസ്റ്റൽ മറുപടി കൊടുക്കുകയാണ്. ഉടൻ തന്നെ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഈ ക്രിസ്റ്റലിൻ്റെ കഴുത്ത് അറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായപ്പം പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ നേപ്പാളിലുള്ള അഡ്രസ്സ് തരാമോ എന്നുള്ളത്. അങ്ങനെ നേപ്പാളിലുള്ള അഡ്രസ്സ് കിട്ടിയ സമയത്ത് പോലീസുകാർ നേപ്പാളിലേക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോഴാണ് ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവ് വരുന്നത്. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഈ ആശിഷിൻ്റെ സഹോദരിയാണ്. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം 5 മാസം മുൻപ് നേപ്പാളിൽ വെച്ച് തന്നെയായിരുന്നു ഇവർ വിവാഹം കഴിച്ചത്, ആരും അറിയാതെ. അതിനുശേഷം അവർ ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത്. അതായത് തൻ്റെ സിസ്റ്ററെ തന്നെയാണ്, തൻ്റെ സഹോദരി തന്നെയാണ് ആശിഷ് വിവാഹം കഴിച്ചത്. ഈ സഹോദരി എന്ന് പറയുമ്പോൾ കൂടെ പിറന്ന സഹോദരിയല്ല. ഈ ആശിഷിൻ്റെ അച്ഛനായിട്ടുള്ള ജയറാം ലോഹനെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു ഓർഫനേജിൽ നിന്നുമാണ് ക്രിസ്റ്റലിനെ ദത്തെടുക്കുന്നത്. ക്രിസ്റ്റലിനെ ദത്തെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ആശിഷൊക്കെ അന്നേരത്തേക്കും ഒരു മുതിർന്ന പയ്യനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ആശിഷിന് ക്രിസ്റ്റലിനോട് ചെറിയ ക്രഷും കാര്യങ്ങളൊക്കെ തോന്നാൻ തുടങ്ങുകയാണ്. കാരണം അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു യുവതി തന്നെയായിരുന്നു ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആശിഷിന് ഈ ക്രിസ്റ്റലിനോട് ഒരു ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഇവർ ഒന്നിച്ച് വളരുകയാണ്. വളരുന്നതിനനുസരിച്ച് തന്നെ ഇവരുടെ അടുപ്പവും കൂടിക്കൂടി വരികയാണ്. അത് അവസാനം പ്രണയത്തിലെത്തുകയാണ്. പ്രണയത്തിൽ നിന്നും അവർ വീട്ടുകാരറിയാതെ വിവാഹം കഴിക്കുകയാണ്. കാരണം സഹോദരങ്ങളാണ്. സ്റ്റെപ്പാണെങ്കിൽ പോലും, സ്റ്റെപ്പ് ബ്രദേഴ്സ് സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ പോലും സഹോദരങ്ങളാണ്. അപ്പോൾ വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല. മാത്രമല്ല, ദത്തെടുത്ത അച്ഛനെയും വീട്ടുകാരെയും പറ്റിക്കുന്നത് പോലെയും ചതിക്കുന്ന പോലെയൊക്കെ ആകുമെന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവരാണെങ്കിൽ അവിടെ നിന്നും ബന്ധുക്കളുടെ കണ്ണിൽ നിന്നും ഒളിച്ചോടി ഇന്ത്യയിലേക്ക് പോവുകയാണ്. നേപ്പാളിൽ വെച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷമാണ് വീണ്ടും മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ ആശിഷിന് വീണ്ടും ആ ഒരു യുവതിയോട് പ്രണയം തോന്നുന്നതും ക്രിസ്റ്റലിനെ വേണ്ട എന്ന് വെച്ചിട്ട് ആ യുവതിക്കൊപ്പം ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പോലീസുകാർ പിടികൂടുന്നതും. അവസാനം അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. അപ്പം ഈ ജയറാം ആണെങ്കിൽ ഇതൊക്കെ അറിയുന്ന സമയത്ത് ജയറാം പറയുകയാണ്, എനിക്ക് അങ്ങനെ 2 മക്കളില്ല, ഞാനാണെങ്കിൽ അവർ എന്നിവിടുന്ന് ഒളിച്ചോടിയോ അന്നേ അവർ 2 മരിച്ചു എന്നാണ് കരുതിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ 2 മക്കളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏകദേശം ഒരു 5 ദിവസത്തോളം ഈ ക്രിസ്റ്റലിൻ്റെ ബോഡി ചണ്ഡീഗഡിലെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വെക്കുകയുണ്ടായി. പോലീസുകാർക്കും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതൊരു വിദേശ വനിതയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ രാജ്യത്തുള്ള ഒരു വനിതയല്ല, വിദേശ വനിതയാണ്. അപ്പം ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ അടക്കം ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ജയറാം ഇവിടേക്ക് വരികയും ഇതിനുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നത് വരെ ഈ പോലീസുകാർ കാത്തിരിക്കുകയാണ്. അങ്ങനെ മനസ്സ് മാറിയ ജയറാം ആണെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണ്. തൻ്റെ മകളെ കണ്ട സമയത്ത് തന്നെ അയാൾ വിങ്ങി പൊട്ടുന്നുണ്ട്. പറയുകയാണ് അന്നേരം തന്നെ, ഞാൻ എൻ്റെ മകളെ ആണെങ്കിൽ ദത്തെടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വിധി അവൾക്ക് വരില്ലായിരുന്നു, എൻ്റെ കുടുംബം ഇങ്ങനെ ആകില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരം പൊട്ടിക്കരയുകയാണ് ജയറാം ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ ബോഡി നേപ്പാളിലേക്ക് കൊണ്ടുപോവുകയാണ്. സെക്ഷൻ 302 കൊലപാതകം എന്നുള്ള ആ ഒരു വകുപ്പ് ചുമത്തി ആശിഷിനെ ആണെങ്കിൽ
കോടതി ശിക്ഷിക്കാൻ വിധിക്കുകയാണ് ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് 2023 അപ്പോൾ നിങ്ങൾക്ക് ഈ കേസിനെക്കുറിച്ച്, ഈ ക്രൈമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.